പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നഗരത്തിലടക്കമുണ്ടായ വൻ വോട്ട് ചോർച്ച പരിശോധിക്കാനൊരുങ്ങുകയാണ് BJP. 58,244 വോട്ട് രാഹുൽ നേടിയപ്പോൾ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ 39,529 വോട്ടാണ് നേടാനായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ E. ശ്രീധരൻ മത്സരിച്ചപ്പോൾ രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹം കൂടുതൽ വോട്ട് പിടിച്ചുവെന്നും അതുമായി താരതമ്യപ്പെടുത്തേണ്ട എന്നുമാണ് നിലവിൽ സംസ്ഥാന BJP നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിയിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും പാലക്കാട്ടെ BJPയുടെ പിന്നാക്കം പോയതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയരുന്നുണ്ട്. K. സുരേന്ദ്രൻ നേരിട്ട് നിന്ന് പ്രചരണത്തിൽ ചുക്കാൻ പിടിച്ചിട്ട് പോലും വ്യക്തമായ ഒരു ലീഡ് ഉയർത്താൻ BJPക്ക് സാധിച്ചിട്ടില്ല എന്ന വിമർശനവുമായി കൃഷ്ണദാസ് പക്ഷവും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള മുതിർന്ന BJP നേതാക്കൾ രംഗത്ത് വരുമ്പോൾ അത് ഏത് തരത്തിൽ BJPക്ക് വെല്ലുവിളിയാകും? സുരേന്ദ്രൻ ഇതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്? നന്ദു, ഗുഡ് മോർണിംഗ്. എന്നാൽ BJP നേതൃത്വത്തിന് ഇത് അത്ര ശുഭകരമായ ദിവസമായിട്ടല്ല തുടങ്ങുന്നത്. വലിയ വിമർശനങ്ങളാണ് വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നത്. ഇന്നലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവിധ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. ചെറിയ വോട്ട് ചോർച്ചയില്ല, 10,000-ലധികം വോട്ടിൻ്റെ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50,000-ലധികം വോട്ടുകൾ നേടിയായിരുന്നു E. ശ്രീധരൻ രണ്ടാം സ്ഥാനത്തായിരുന്നെങ്കിൽ പോലും അദ്ദേഹം അത്രയധികം വോട്ടുകൾ നേടിയിരുന്നു. അത്രയധികം വോട്ടിൻ്റെ ഒരു കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അത് നഗരപരിധിയിൽ ഉൾപ്പെടെ BJPയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഈ വോട്ട് ചോർച്ച സംഭവിച്ചിരിക്കുന്നു. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇടയിൽ നിന്ന് വരികൾക്കിടയിൽ നിന്ന് വായിക്കേണ്ടത്, കോൺഗ്രസിന് 4,000 വോട്ടുകൾ മാത്രമേ കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിച്ചിട്ടുള്ളൂ. എന്നാൽ ഭൂരിപക്ഷം 18,000-ന് മുകളിലേക്ക് കടന്നിരിക്കുകയും ചെയ്യുന്നു. CPM-ഉം അവരുടെ നില നേരിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് BJPയുടെ കൈവശമുണ്ടായിരുന്ന വോട്ടുകൾ മറ്റാർക്കും പോകാതെ മരവിച്ചു പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചില്ലറ വോട്ടുകളല്ല, 10,000-ലധികം വോട്ടുകൾ. അതായത് ഈ നേതൃത്വത്തിനോടും സ്ഥാനാർത്ഥിയോടുമുള്ള വിരോധവും അല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ട എന്നുള്ള ശക്തമായ തീരുമാനവുമാണ് ഇതിൻ്റെ പിന്നിൽ. ഇത് വേറൊരു പാർട്ടിക്ക് നിലവിൽ മറിച്ചു പോയിരുന്നെങ്കിൽ വോട്ടുകൾ E. ശ്രീധരൻ്റെ വോട്ടുകളാണ് മറിഞ്ഞു പോയത് എന്നൊക്കെ പറയാമായിരുന്നു. ഇത് സ്വന്തം വോട്ടുകൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇതിനെ ന്യായീകരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായി വോട്ട് ചോർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ വോട്ടുകൾ കുറവായിരിക്കും സംഭവിക്കുക എന്നൊക്കെയാണ് K. സുരേന്ദ്രൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ചേലക്കരയിൽ എന്താണ് സംഭവിച്ചത്? അവിടെയും നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. എന്നാൽ അവിടെ 10,000 വോട്ടുകൾ കൂടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരം ന്യായീകരണങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാൻ പറ്റുമെങ്കിലും പാർട്ടിക്കുള്ളിൽ ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിക്കും. പ്രത്യേകിച്ച് സുരേന്ദ്രൻ നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. C. കൃഷ്ണകുമാറിനെതിരെയുള്ള പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഒരു എതിർപ്പ് അത് കണ്ടില്ലെന്ന് നടിച്ചാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അത് ആ സ്ഥാനാർത്ഥിയാക്കിയതിന് ഉത്തരവാദിത്തം ഈ ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വത്തിലാണ്. മത്സരിച്ചത് C. കൃഷ്ണകുമാറാണെങ്കിലും തോറ്റത് K. സുരേന്ദ്രൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന കൃഷ്ണദാസിൻ്റെയും ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള എതിർപ്പുകൾക്ക് ഇനി ശക്തി കൂടും. മാത്രമല്ല, ശോഭാ സുരേന്ദ്രനൊക്കെ ആദ്യഘട്ടത്തിൽ എതിർപ്പുകൾ അറിയിച്ചെങ്കിലും ആ ഭിന്നതയൊക്കെ മറന്ന് വളരെ സജീവമായിട്ടാണ് ഈ ഒരു പ്രചരണത്തിലൊക്കെ പങ്കെടുത്തത്. അതുകൊണ്ട് വരുന്ന 8-ന് നടക്കുന്ന നേതൃയോഗത്തിലെല്ലാം ഈ വിഷയം വളരെ ചർച്ചയാകും. കേന്ദ്ര നേതൃത്വത്തിൽ ഇനി K. സുരേന്ദ്രനെതിരെയുള്ള ആക്ഷേപങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് നിൽക്കാനാവില്ല. ഇത്തരത്തിലുള്ള തൊടുന്യായങ്ങൾ പറഞ്ഞൊന്നും ഇനി K. സുരേന്ദ്രന് പ്രതിരോധിച്ച് നിൽക്കാനാകില്ല എന്നതാണ് സത്യത്തിൽ വാസ്തവം. ഈ സന്ദീപ് വാര്യരുടെ ചുവടുമാറ്റം അത് ഏത് തരത്തിലാണ് സത്യത്തിൽ BJPക്ക് വെല്ലുവിളിയാകുന്നത്? തുടക്കത്തിൽ സന്ദീപ് വാര്യർ പോയതുകൊണ്ട് ഒരു കാര്യവുമില്ല, ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊക്കെയായിരുന്നു സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സന്ദീപ് വാര്യരുടെ ചുവടുമാറ്റം അത് BJPക്ക് തിരിച്ചടിയായിട്ടുണ്ടോ സത്യത്തിൽ? നന്ദു, തുടക്കത്തിൽ പോലുമല്ല ഇന്നലെ പോലും പറഞ്ഞത് ഒരു വാരിയർ എഫക്റ്റുമില്ല എന്നുള്ളതാണ്. അത് സ്ഥാനാർത്ഥിയാവട്ടെ നേതൃത്വമാവട്ടെ ഇപ്പോഴും വളരെ പുച്ഛിച്ച് മാത്രമാണ് സന്ദീപ് വാര്യർ പുറത്തോട്ട് പോയതിനെ സംസാരിക്കുന്നത്. പക്ഷേ സന്ദീപ് വാര്യർ അത് മാറി ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ച. സുരേന്ദ്രൻ മാറി നിൽക്കാതെ BJP നേതൃത്വം രക്ഷപ്പെടില്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ നിലവിൽ പാർട്ടിയുടെ അണികൾ നിസ്സംഗരാണ് എന്നുള്ളതാണ് സത്യം. കേരള BJP നേതൃത്വത്തിലുള്ള അവർക്ക് ശക്തമായ എതിർപ്പുണ്ട്. അതിലൊരു ഭാഗം ന്യായങ്ങൾ അല്ലെങ്കിൽ ഒരു ഭാഗം കാര്യങ്ങൾ സന്ദീപ് വാര്യർ അവതരിപ്പിച്ചിരുന്നു. സന്ദീപ് വാര്യരോടുള്ള അടുപ്പത്തേക്ക് ഉപരി BJPക്കുള്ളിലെ പ്രശ്നങ്ങൾ സന്ദീപ് വാര്യർ ഒരു ഘട്ടത്തിൽ അവതരിപ്പിച്ചിരുന്നു. അതിനോട് അനുകൂല സമീപനമാണ് നിലവിൽ പാർട്ടി പ്രവർത്തകർക്കുള്ളത്. അതിൻ്റെ ഒരു പൊട്ടിത്തെറിയാണ് സന്ദീപ് വാര്യർ പുറത്തേക്ക് പോകുന്നതിലൂടെ കണ്ടത്. പക്ഷേ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന നേതാക്കൾ സന്ദീപ് വാര്യരെ അനുകൂലിച്ചില്ലെങ്കിലും പാർട്ടിയിലെ പ്രശ്നങ്ങൾ അതുപടി നിൽക്കുന്നതിൽ അസംതൃപ്തരാണ്. ആ അസംതൃപ്തിയാണ് നിലവിൽ വോട്ടിൽ ഈ ഒരു മരവിപ്പ് വരാൻ കാരണം. ആ പ്രശ്നങ്ങൾ ഇനി അഡ്രസ്സ് ചെയ്യാതെ അതിനെ ഇനി പോംവഴികൾ കണ്ടെത്താതെ BJPക്ക് ഇനി വളരാൻ കഴിയില്ല. BJP വീണ്ടും ഈ തളർച്ചയുടെ പാതയിലേക്ക് പോകും. വലുതായി വളരേണ്ട സാഹചര്യത്തിൽ നേതൃത്വം സ്വീകരിക്കുന്ന
നടപടികൾ ശരിയല്ല, സുരേന്ദ്രൻ ഇതിനെ കാണുന്നില്ല എന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ, പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും ഇത്തരം ചോദ്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടിക്കുള്ളിൽ ആണെങ്കിലും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു അവസരങ്ങൾ ഒരുങ്ങുന്നില്ല. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു പിന്തുണ നിരന്തരമായി ലഭിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇനി അത് ഉണ്ടാക്കാത്ത രീതിയിലുള്ളൊരു വിമർശനം സ്വാഭാവികമായി ഉയരുക തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ ഇവിടെ മാത്രമല്ല, പന്തളത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ സുരേന്ദ്രൻ അവിടുത്തെ ഭരണത്തിൽ കയറുന്നത് മൂലം അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ്, സമൂഹ മാധ്യമങ്ങളൊക്കെ പോസ്റ്റുകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടാകും. സംഘടനാ തലത്തിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്, അത് പരിഹരിക്കണമെന്ന് ഇന്നലെ തന്നെ പല നേതാക്കളും പരസ്യമായി ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് പാർട്ടിയുടെ നേതൃയോഗങ്ങളിലും സംഘടനാ യോഗങ്ങളിലും വലിയ ചർച്ചയാവുകയും വിഷയമാവുകയും സുരേന്ദ്രൻ അതിനെ നേരിടാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യും. എന്തായാലും കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യതയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണുന്നത്. നന്ദു. യെസ്, ശ്രീജിത്ത് നായരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.